ഗ്യാസ് പ്രതിസന്ധി കാരണം ഞങ്ങളും ഒരു വിറകടുപ്പ് സെറ്റാക്കി. അത്യാവശ്യം അകത്തെ സ്പേസിനുള്ളിൽ ചൂട്ടാവുന്ന രീതിക്ക് ഒരു കുഞ്ഞ് ഡിസൈനാണ് മനസ്സിലുണ്ടായിരുന്നത്. 5-6 ദിവസത്തെ കഷ്ടപ്പാടും മെറ്റീരിയലിനും ട്രാൻസ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ലേബർ കോസ്റ്റ് ഇല്ലാതെ തന്നെ എല്ലാ പണി നമ്മൾ എടുത്തിട്ട് തന്നെ ഏകദേശം 10-12,000 രൂപയുടെ മേലെ എക്സ്പെൻസും വന്നു. പക്ഷെ 1-2 കാര്യത്തിൽ നമ്മൾ ചെറിയ ഒരു കോംപ്രമൈസ് കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാം വേസ്റ്റായി പോകുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ്. കുറച്ചും കൂടി തിക്നെസ് ഉള്ള കുറച്ചുകൂടി KG കൂടിയ ഒരു ഫ്രെയിമിൽ വേണമായിരുന്നു ഇത് ചെയ്തെടുക്കാൻ. രണ്ടാമത്തെ കാര്യം, ഈ വി ബോർഡ് 12mm 8.4 ഒരു വി ബോർഡ് മേടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് 3 ലെയർ ഇട്ടിട്ടാണ് ഞാൻ പ്ലാറ്റ്ഫോം ചെയ്തത്. ശരിക്കും അത് ഒരു കോൺക്രീറ്റ് 2mm ഒരു 2 ഇഞ്ച് തിക്നെസ് 2.5 ഇഞ്ച് തിക്നെസ് ഉള്ള 2.5 ഇഞ്ചിൻ്റെ ഒരു ആംഗിൾ ഫ്രെയിമിൽ വേണമായിരുന്നു അത് ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മേലെ കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബും കൂടെ വാർത്തിട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലാബ് വാർക്കാൻ ഒരാഴ്ച നമ്മൾ അത് ക്യൂർ ആവാൻ സെറ്റായി എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഒഴിവാക്കാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും, കാരണം നമ്മൾ കഴിഞ്ഞ മാസം മുതൽ എങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് തുടങ്ങി കിട്ടാനുള്ള ഒരു വെപ്പാളത്തിൻ്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 99% നമ്മുടെ കിച്ചൺ എല്ലാം സെറ്റായിരിക്കുമ്പോഴാണ് ഈ യുദ്ധവും ഗ്യാസിൻ്റെ പ്രശ്നവും ബാക്കി കാര്യങ്ങളും വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും പാനിക്കായി, ഇനി ഇതിനെങ്ങനെ നേരിടും എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും വെയിറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ മേലെ കയറി. അത് നമ്മുടെ ഫ്രെയിമിനെയും താഴെയുള്ള വി ബോർഡിനൊക്കെ ചെറുതായിട്ട് ബെൻഡാക്കുന്നുണ്ടോ, ഒടിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. എന്നിരുന്നാലും അകത്ത് നമ്മൾ ഈ തീ കത്തുന്ന ഭാഗത്തെല്ലാം ഫയർ ബ്രിക്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. അത് സാധാരണ ബ്രിക്സിനെക്കാട്ടിലും ഡബിൾ വെയിറ്റും ഉള്ള ഒരു മെറ്റീരിയലാണ്. എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രെയിം ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനോ ഒന്നും എടുത്തു മാറ്റാനോ ഒന്നും പറ്റാത്ത രീതിക്ക് അങ്ങനെ വെയിറ്റ് ലോഡ് വന്ന് സെറ്റായി ഇരിക്കുകയാണ്. ഫിനിഷിങ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മെറ്റീരിയൽ കയറും. എന്താണേലും ഇതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്കും ഫൈനൽ റിസൾട്ടും എൻ്റെ സത്യസന്ധമായ റിവ്യൂവും എല്ലാം കൂടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഈ സെയിം തെറ്റ് റിപ്പീറ്റ് ചെയ്യാതെ ഇതിലും ബെറ്ററായിട്ട് ഇങ്ങനെ ഒന്ന് പണിതെടുക്കാൻ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.